ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഫ്രൈഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. Thank you. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണ്. പായൽ നമ്പർ 1ൻ്റെ ഡിസംബർ 13th ഫ്രൈഡേയുടെ എനർജി. പായൽ നമ്പർ 1. താങ്ക് യു. നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജി, ജഡ്ജ്മെൻറ്റിൻ്റെ എനർജി, 5 ഓഫ് കപ്സിൻ്റെ എനർജി. ഒത്തിരി രക്ഷാപ്രവർത്തനം, ഓക്കെ, ആ ഒരു എനർജിയായിട്ട് കുറച്ച് പേര് കണക്ട് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ റിസൾട്ട്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കോർട്ട് ഓർഡർ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് മാറുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ട്രാവൽ എനർജിയാണ്. ഒത്തിരി പാഷനേറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള എനർജിയിലിരുന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സിറ്റുവേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടാണ്, ഓക്കെ, സഹായം ലഭിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള എനർജിയാണ്. അത് നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ്, എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നുണ്ടാകാം. വേറെ എന്ത് എനർജിയാണുള്ളത് പായൽ നമ്പർ 1ന്? എഗെയിൻ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേര് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓവർകം ചെയ്യാനായിട്ട്, തരണം ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സിലായിരിക്കാം ഇരിക്കുന്നുണ്ടാകുക. കുറച്ചൊരു ലാക്ക് മെൻറ്റാലിറ്റി, വിക്ടിം മെൻറ്റാലിറ്റി, ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ. കുറച്ച് പേർക്ക് ഫിസിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, മണി ഫിനാൻസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേർ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പ്രയത്നിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് ക്ലോസ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, വേറെ എന്ത് എനർജിയാണ്? താങ്ക് യു. മാജിഷ്യൻ്റെ എനർജി. കുറച്ച് പേർക്ക് ജസ്റ്റിസ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ലെറ്റ് ഗോയുടെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ, മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ, ഇത് ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ ചിന്തകളായിരിക്കാം, എന്തെങ്കിലും പാറ്റേൺസ് ആയിരിക്കാം, സ്വഭാവങ്ങളായിരിക്കാം. അത് കുറച്ച് പേര് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട്, എഗെയിൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് മറികടന്ന് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കർമ്മ റിട്ടേൺ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ ചെയ്ത കർമ്മയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത കർമ്മത്തിന് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് റിട്ടേൺ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഡെവിലിൻ്റെ എനർജി. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ അബണ്ടൻസ്, നിങ്ങളുടെ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരോടാണ് ഷെയർ ചെയ്യുന്നത്, ഓവറായിട്ട് നിങ്ങളുടെ ഇൻഫർമേഷൻ മറ്റുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട്, പരിശ്രമിക്കാനായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടിട്ടാണ്, അതെങ്ങനെ ഓവർകം ചെയ്യാം, അതിലും കുറച്ചൊന്ന് വർക്ക് ചെയ്യുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മറികടക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് തിങ്കിങ്, മെയിനായിട്ട് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, നിങ്ങളെടുക്കുന്ന എഫേർട്ട് ആയിക്കോട്ടെ, എല്ലാത്തിനും നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരുന്നിട്ട്
ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബൗണ്ടറിയും ഇവിടെ സ്ട്രോങ് ആക്കി നിർത്തുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പാൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണ്. December 13th ഫ്രൈഡേയുടെ എനർജി പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. ജസ്റ്റിസിൻ്റെ എനർജി 8 of Cups, Page of Cups and energy, 2 of Cups, 7 of Cups and energy. ഒത്തിരി സ്പിരിച്വലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള എനർജി. കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം ഒത്തിരി എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട്, മനസ്സിലാക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ജസ്റ്റിസ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബാലൻസിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം. വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. കുറച്ച് പേർക്ക് അവിടെ കുറച്ചും കൂടെ ഒരു സ്നേഹം, അവിടെ ഒരു ഹീലിംഗ്, ആ ഒരു എനർജി വരുന്നുണ്ടാകാം. അപ്പോൾ യൂണിറ്റി, ഡിവൈൻ യൂണിയൻ്റെ എനർജി കുറച്ച് പേർക്ക് ഇന്ന് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മാനസികമായിട്ട് മെൻ്റലി ഒത്തിരി പ്രഷറിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ചും കൂടെ സ്നേഹം, കമ്പാഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഹീലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ, ന്യൂസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. ആ ഒരു അറിവ്, ജ്ഞാനം നിങ്ങളെ ഒത്തിരി പോസിറ്റീവായിട്ട് നിർത്തുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നുണ്ടാകാം. കുട്ടികൾക്ക്, അതായത് പഠിക്കുന്ന കുട്ടികൾക്കും ഒത്തിരി പോസിറ്റീവ് എനർജി, ഒത്തിരി ജ്ഞാനം, നോളേജിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അറിവുകൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് വരുന്നതാണ്. കുറച്ച് പേർക്ക് റീസെൻ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ടവർ മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടാകാം. പെട്ടെന്ന് സർപ്രൈസിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും സത്യങ്ങൾ, ട്രൂത്ത് നിങ്ങളുടെ മുന്നിലോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി, നിങ്ങളുടെ ഷാഡോ സെൽഫ് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില സിറ്റുവേഷനിൽ നമുക്കൊരു ഷോക്ക്, നമുക്ക് പെട്ടെന്നൊരു എനർജി വരുന്ന സമയത്ത് നമ്മളെ അത് ഒത്തിരി മാറ്റുന്നതാണ്. ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട്, നമ്മളെക്കുറിച്ചിട്ട്, വ്യക്തികളെക്കുറിച്ചിട്ട്, സാഹചര്യങ്ങൾ എല്ലാം നമ്മളുടെ, എന്താ പറയുക, എല്ലാം നമ്മളുടെ ചേഞ്ച് ആകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റീസെൻ്റ്ലി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അതും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ്, പുതിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ എനർജി, പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയും കടന്നു വരുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ കണ്ടോ, ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി സ്നേഹം, സന്തോഷം, ഓക്കെ, ആ ഒരു എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എനർജി കാണുന്നുണ്ട്. ഓക്കെ, Page of Pentacles, 4 of Wands in energy. ഇന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. നിങ്ങളുടെ വർക്ക്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലിക്കും കുറച്ചൊരു ക്വാളിറ്റി ടൈം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, അത് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് എനിക്കൊരു സ്നീക്കി എനർജി, എന്തെങ്കിലും ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫിയർ ആയിരിക്കാം, അങ്ങനത്തെ എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് കെയർഫുള്ളാകുക. നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്, നിങ്ങളുടെ സന്തോഷങ്ങളായിക്കോട്ടെ, പുതിയ പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അത് നിങ്ങൾ ആരോടാണ് ഷെയർ ചെയ്യുന്നത്, അതെല്ലാം കുറച്ചൊന്ന്, എന്താ പറയുക, ശ്രദ്ധിച്ച് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഈ ഒരു സമയം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.